ജീവൻ നൽകും കഫർനാം 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 കഫർനാം. സ്നേഹിതാവായ ദൈവമേ, ഈ നിമിഷത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാ ചിന്തകളെയും ക്ഷീണം, ഉറക്കം എല്ലാം വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വചനം ശ്രവിച്ച് അത് 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള വലിയ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, എന്നെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കാനുള്ള വലിയ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായിക്ക്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വയൽ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യമാതാവാണ്. ഈ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മെ ക്രിസ്തുവിനെ അനുരൂപനായി വളർത്തും. കാരണം പരിശുദ്ധനായവനെ പരിശുദ്ധിയിൽ വളർത്തിയവളാണ് പരിശുദ്ധ കന്യമാതാവ്. ഈ അമ്മയെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുരൂപനായി പരിശുദ്ധ അമ്മ നമ്മെ വളർത്തും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ ക്രിസ്തു ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം മതിയാകില്ല. പക്ഷേ ഒരു 3 അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. എന്താണ്? വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ദൈവം നമ്മെ ഒത്തിരി സഹായിക്കും. നമ്മളെല്ലാവരും പാപം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും തന്നെ വിശുദ്ധിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും കിടക്കപ്പായിന്ന് എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ ഇന്നൊരു ദിവസം 5 നുണ പറയണം, അല്ലെങ്കിൽ ഒരു 5 പേരോട് ഇന്ന് വഴക്ക് കൂടണം, അല്ലെങ്കിൽ അശുദ്ധമായി അല്ലെങ്കിൽ വ്യഭിചാരം ഒരു 2 ചെയ്യണം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ആരെങ്കിലും എഴുന്നേൽക്കുന്നത്? അല്ല, എല്ലാവരും തന്നെ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് തന്നെയാണ് നമുക്ക് സംസാരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയൊരു പാപം ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങൾ, പല കാരണങ്ങൾ പിന്നെയും ഈ പാപം ചെയ്യാൻ നമ്മെ നിർബന്ധിക്കുന്നു. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ആർക്കും തന്നെ വിശുദ്ധനാകാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ആർക്കും തന്നെ വിശുദ്ധനാകാൻ സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഈ കൃപ കിട്ടുന്നത് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൃപ നൽകും. സഭയിൽ വിശുദ്ധരെ വളർത്തുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം അത്രമാത്രമാണ്. അതുകൊണ്ടാണ് തിരുസഭ മാതാവ് പരിശുദ്ധ അമ്മയെ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും രാജ്ഞിയായി പരിശുദ്ധ അമ്മയെ വണങ്ങുന്നത്. വിശുദ്ധ ഡൊമിനിക്കോ സാവിയെ പ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്. ഓ മറിയമേ, ഞാൻ എപ്പോഴും അമ്മയുടെ മകനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധിക്ക് വിരുദ്ധമായ ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. അതുപോലെ തന്നെ മാക്സിമിലിൻ കോൾബെ പറയുന്നത് പ്രകാരമാണ്, പരിശുദ്ധ മറിയത്തിനെ സമർപ്പിച്ചിട്ടുള്ളവരെ ആരും തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ തിന്മകളിൽ നിന്നും വേർതിരിപ്പിക്കും. ഞാൻ ഒരു അനുഭവം പങ്കുവയ്ക്കാം. ഞാൻ 2020 തിരുപ്പട്ടം സ്വീകരിച്ചത്. ആ തിരുപ്പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തലൂരുള്ള ജെറുസലേം ധ്യാന കേന്ദ്രത്തിലായിരുന്നു. കോവിഡ് സമയമാണ്. അവിടുത്തെ എൻ്റെ മെയിൻ ശുശ്രൂഷ എന്ന് പറയുന്നത് കുമ്പസാരിപ്പിക്കുക, അതുപോലെ തന്നെ കൗൺസിലിംഗ് നടത്താം. നിങ്ങൾക്കറിയാം, അവിടുത്തെ ധ്യാന കേന്ദ്രത്തിൽ ഈ മാതാവ് ഇരിക്കുന്നത് പോലെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട്.
അപ്പോൾ അവിടെ ഈ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ അവിടെ സംസാരിക്കുകയും മക്കളെ കാണുകയും ചെയ്യുന്നു. ഒരു ദിവസം ഒരു 10-22 വയസ്സായുള്ള ഒരു പെൺകുട്ടി ഈ മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. പിന്നെയും മകള് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്ത് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഈ മകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ഈ പെൺകുട്ടി മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു പോകുന്നു, പിന്നെയും വരുന്നു. എന്നിട്ട് ആ മകള് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്തിലേക്ക് വരികയാണ്. മകൾ പറയുകയാണ്, അച്ഛാ ഞാനൊരു കാര്യം പറയാം, ആരോടും തന്നെ പറയരുത്. മകളെ, ഞാൻ നിന്നെ അറിയില്ല, നിൻ്റെ സ്ഥലം ഏതാണെന്ന്, നിൻ്റെ പേരാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം മകൾ പറയുകയാണ്, ഞാനൊരു MBA സ്റ്റുഡൻ്റാണ്. മകൾ പറയുകയാണ്, ഞാനൊരു ഫേസ്ബുക്കിലെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു പയ്യനായിട്ട് പരിചയത്തിലായി, ചെയ്യാൻ പറ്റുന്ന എല്ലാ തിന്മകളും അതിൽ നിന്ന് ചെയ്തു. ഒരു ദിവസം ഇവൾക്കൊരു ഫോൺ വരികയാണ് സൈബർ സെല്ലിൽ നിന്ന്. സൈബർ പോലീസ് ഇവൾ വിളിക്കുകയാണ്, നീ ഇങ്ങനെ ഇതുപോലെ ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കി അതിൽ നിന്ന് ഇങ്ങനെ ഓരോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, നിന്നെ ഒന്ന് കാണണം, ഈ സമയത്ത് നീ ഇവിടേക്ക് വരണം, നിന്നെ ഒന്ന് പരിചയപ്പെടണം, അല്ലെങ്കിൽ നീ വന്നില്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് ഞങ്ങൾ പറയും, ഒന്ന് ഭീഷണിപ്പെടുത്താണ്. ഈ കുട്ടിയാണെങ്കിൽ അത് വിശ്വസിച്ചു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം അത് സൈബർ സെല്ലല്ല, അത് പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് അവൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ MBA പഠിക്കുന്ന പെൺകുട്ടിക്ക് മാത്രം അറിഞ്ഞില്ല. കുട്ടി എന്നോട് പറയുകയാണ്, തിരിച്ച് ഞാൻ ഉപദേശം കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഫോൺ വരികയാണ്. അവൾ ഫോൺ എടുത്തുകൊണ്ട് ഒരു ഓട്ടം കൂടി. ഇപ്പം തന്നെ എനിക്കൊരു സംസാരിക്കാൻ ഒരു ചേട്ടൻ വന്നു, ഞാൻ സംസാരിപ്പിക്കുന്നു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായൊരു വലിയൊരു ചിന്ത, ഒരു ആത്മാവിന് ദൈവം എനിക്ക് തന്നിട്ട് അതിനൊന്നും ഒരു നല്ല ഉപദേശമോ അല്ല വചനം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ദൈവമേ എന്ന് ഭയങ്കര വിഷമത്തിലാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ പെൺകുട്ടി പിന്നെയും തിരിച്ചു വരികയാണ്. ആ സൈബർ സെല്ലുകാർ ഈവനിങ് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊന്നും ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ ആത്മാവിന് എന്നെ കൊണ്ട് സാധിക്കില്ല വിശദീകരിക്കാൻ. ഞാൻ അവിടുത്തെ ഡയറക്ടറച്ഛനായ പട്ടത്തച്ഛന് കൊടുത്തു. പട്ടത്തച്ഛൻ 1-2 മണിക്കൂർ നേരം അവളോട് സംസാരിച്ച് അവളുടെ സിമ്മ് ഊരി കളയുകയും ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഇവളെ കാണുകയാണ്. അപ്പോൾ മോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പാപം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി? എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. എന്നിട്ട് മാതാവോട് പ്രാർത്ഥിച്ച് പോകാമെന്ന്. കാരണം അവളോട് പറഞ്ഞിരിക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ട് വരാനാണ്. പക്ഷെ അവൾ വീട്ടിൽ നിന്ന് കാലത്ത് തന്നെ പുറപ്പെട്ട് ഇവ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ച് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. തിരിച്ച് ഗേറ്റ് കടക്കുമ്പോഴേക്കും പിന്നെയും മാതാവ് വിളിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എന്നോട് കാണാൻ വരുന്നത്. ഇതാണ് സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ നീ നിൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ സമർപ്പിക്കുമ്പോൾ അമ്മ എല്ലാ തിന്മയിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തും. നമുക്കറിയാം ഈ ലോകം എന്ന് പറഞ്ഞത് തിന്മ നിറഞ്ഞതാണ്. എവിടെ കാണുകയാണെങ്കിലും, ആര് നോക്കി കഴിഞ്ഞാലും, ഏത് പരസ്യം നോക്കിയാലും, TV എടുത്ത് നോക്കിയാലും, ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാലും വിശുദ്ധിക്കെതിരായ പാപമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഈ ലോകത്ത് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ദൈവം നൽകുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എളിമയിൽ വളരാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? എല്ലാവരും ഉറങ്ങുകയാണോ? വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. രണ്ടാമത്തത് എളിമയിൽ വളരാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനവും എല്ലാ പുണ്യങ്ങളുടെയും വാതിലും അടിസ്ഥാന ശിലയുമാണ് എളിമ. ഈ എളിമ ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവമാതാവാകാൻ സാധിച്ചത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ചെറിയൊരു നേട്ടം നേടുമ്പോഴേക്കും, അല്ലെങ്കിൽ ചെറിയ കാര്യം സാധിക്കുമ്പോഴും അഹങ്കരിക്കുന്ന ഈ ലോകത്ത് പരിശുദ്ധ അമ്മ നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയതും ഏറ്റവും വലിയ വിജയം വരിച്ചതും പരിശുദ്ധ അമ്മയാണ്. വിശുദ്ധ ഔസേപ്പിതാവിനെയും പരിശുദ്ധ അമ്മയുടെയും തരംതിരിച്ച് നോക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ വെളിപാടുകൾ ഉണ്ടായിരുന്നു. കാവലമാലക പ്രത്യക്ഷപ്പെട്ടതും പല കാര്യങ്ങൾ പങ്കുവെച്ചതും പരിശുദ്ധ അമ്മയ്ക്കാണ്. വിശുദ്ധ ഔസേപ്പിതാവിനോടൊന്നും സ്വപ്നത്തിൽ മാത്രമേ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ പരിശുദ്ധ അമ്മ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. പക്ഷേ വിശുദ്ധ ഔസേപ്പിതാവ് ഈജിപ്തിലേക്ക് പോകണമെന്നും ഈജിപ്തിൽ നിന്നും തിരിച്ചു വരണമെന്നും പറഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചവളാണ്. അവൾക്ക് പറയാമായിരുന്നു, എന്നോടാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ടത്, എനിക്കാണ് നിൻ്റെക്കാൾ കൂടുതൽ കൃപയുള്ളത്. പക്ഷേ പരിശുദ്ധ അമ്മ അത് സംസാരിക്കുക, എളിമ അവളെ സാധിച്ച്, എളിമ കൊണ്ട് അവളത് സംസാരിക്കുക പോലും ചെയ്തില്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഔസേപ്പിതാവ് പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തണമെന്ന്, ഉപേക്ഷിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ
പരിശുദ്ധ അമ്മ അവിടെ സ്വയം ന്യായീകരിച്ച് അല്ലെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞുകൊണ്ട് അത് തെളിയിക്കാനൊന്നും പോയില്ല. അവിടെ എളിമ അവളെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ചിലപ്പോൾ ഒന്ന് എളിമപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ഒന്ന് എളിമപ്പെട്ടുകൾ ഞാൻ പറയുന്നതല്ല ശരി, അവൻ പറയുന്നതാണ് ശരി എന്ന് ചിന്തിച്ചു കൊണ്ടൊന്ന് എളിമപ്പെട്ട് നോക്കിക്കേ, ഒന്ന് താഴ്ന്നു നോക്കിക്കേ, പല പ്രോബ്ലംസും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. പക്ഷേ അവിടെ എന്നെ താഴ്ത്തുന്നില്ല, അവിടെ എന്നെ എളിമപ്പെടുത്തില്ല, അഹങ്കാരം. അതുകൊണ്ട് നമുക്കത് ആ പ്രോബ്ലംസ് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ന് ആരെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ താഴ്ന്നിട്ടുണ്ടോ, ആരെല്ലാം എളിമപ്പെട്ടിട്ടുണ്ടോ, ലോകം അവരെ കരം പിടിച്ചിട്ടുണ്ട്. അഹങ്കരിക്കുന്നവരെ ദൈവം തന്നെ ചിതറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒത്തിരി മനുഷ്യന്മാർ വലിയ കൃപകളും ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുള്ള മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ആരെല്ലാം അഹങ്കരിച്ചിട്ടുണ്ടോ അവരെല്ലാം തകർന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു തിന്മ എന്ന് പറഞ്ഞത് ആത്മീയ അഹങ്കാരമാണ്. പ്രത്യേകിച്ച് ഈ ധ്യാന കേന്ദ്രങ്ങൾ, സോഷ്യൽ സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നോക്കുകയാണെങ്കിൽ ആത്മീയ അഹങ്കാരമുള്ള ഒത്തിരി വ്യക്തികൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു 2-3 വർഷത്തോളം ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേട്ടൻ ആളുടെ ജപമാല എടുത്തുകൊണ്ട് എന്നോട് കാണിക്കുകയാണ്, അച്ഛാ ഈ ജപമാല കണ്ടില്ലേ, ഇതിൻ്റെ മണി ഇത്ര കട്ടിയുള്ളതായിരുന്നു. ഞാൻ ജപമാല ചെല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ മണി ഇത്രയായി. ഈ ആത്മീയ അഹങ്കാരമാണ്. ഒരു മാലാഖയെ സാത്താനാക്കിയത് അവൻ്റെ അഹങ്കാരമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒത്തിരി മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി ത്യാഗം ചെയ്യുന്നവരാണ്, ഒത്തിരി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ അവിടെ നിന്റെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരികയാണെങ്കിൽ നീ തകർന്നു പോകും. ഈ എളിമ എന്ന പുണ്യം കിട്ടണമെങ്കിൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കണം. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് എളിമ എന്ന വലിയ പുണ്യം നിനക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 2 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും, രണ്ടാമത്തത് എളിമയിൽ ജീവിക്കാൻ സാധിക്കും, മൂന്നാമത്തത് നിന്റെ സഹനങ്ങളിൽ പരിശുദ്ധ അമ്മ എന്നും കൂടെ നൽകും. നമുക്കറിയാം കാനായിൽ കല്യാണ വിരുന്നിൽ ഒത്തിരി മനുഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ വേദനകളിൽ കൂടെ നിന്നത് പരിശുദ്ധ അമ്മ മാത്രമായിരുന്നു. തൻ്റെ മകൻ ഗാഗുൽത്ത കയറുമ്പോൾ ഒത്തിരി മനുഷ്യന്മാർ അത്ഭുതങ്ങൾ കണ്ടവര്, ഇവൻ ദൈവപുത്രനാണ്, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ കൂടെ കാൽവേര് കയറാൻ കൂടെ നിന്നത് ഈ പരിശുദ്ധ അമ്മ മാത്രമാണ്. കാരണം സഹിക്കുന്നവൻ്റെ വേദന പരിശുദ്ധ അമ്മയ്ക്കറിയാം. കാരണം സഹിച്ചവളാണ് നിന്റെ അമ്മ, പരിശുദ്ധ ദൈവമാതാവ്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ CMA വൈദികനാണ്. കോയമ്പത്തൂർ പ്രൊവിൻസിലാണ് ഞാൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത്. കോയമ്പത്തൂർ പ്രൊവിൻസ് ആയതുകൊണ്ട് +2 പഠിക്കുന്ന സമയത്തും ഡിഗ്രി പഠിക്കുന്ന സമയത്തും സെക്കൻഡ് ലാംഗ്വേജ് എനിക്ക് തമിഴ് എടുക്കണം. തമിഴ് ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് തമിഴ് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കണം. +2 സമയത്ത് എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ടീച്ചേഴ്സിൻ്റെ വലിയ പ്രാർത്ഥന കൊണ്ടും എങ്ങനെയോ +2 തമിഴ് പരീക്ഷ വിജയിച്ചു പോയി. അതുപോലെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തമിഴ് തന്നെയാണ്. 4 സെമിസ്റ്റർ ഉണ്ട്. 3 സെമിസ്റ്റർ വരെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ജയിക്കാൻ സാധിച്ചു. 4ാമത്തെ സെമിസ്റ്ററിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. ആദ്യമായിട്ട് തമിഴിൽ തോറ്റു. എനിക്കാണെങ്കിൽ തമിഴ് വായിക്കാനും പോലും അറിയില്ല, തമിഴ് വരെയൊക്കെ എഴുതാനും പോലും അറിയില്ല. ആദ്യത്തെ പരീക്ഷ എഴുതി, എക്സാം എഴുതി, തോറ്റു. അങ്ങനെ 4 പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. 4ലും എനിക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഫിലോസഫി പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയി. അപ്പോഴും ഞാൻ ഇവിടെ തമിഴ് പരീക്ഷ വിജയിച്ചിട്ടില്ല, തമിഴ് ക്ലിയർ ചെയ്തിട്ടില്ല. നമുക്കറിയാം ഒരു പരീക്ഷ തോറ്റ് കഴിഞ്ഞാൽ അച്ഛന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന വർത്തമാനം. ഇത് 4 പ്രാവശ്യം എഴുതിയിട്ട് 4 പ്രാവശ്യം തോറ്റതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? അവസാനത്തെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഒക്ടോബർ മാസമാണ്. അവസാനത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ മറ്റുള്ള സമയത്തൊക്കെ ആരെങ്കിലും സഹായിച്ചിരുന്നു തമിഴ് പറയാൻ, തമിഴ് ഈ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയാണ് എന്നൊക്കെ വരും എന്ന് പറഞ്ഞ് സഹായിക്കണേ. ഫിലോസഫി പഠിക്കാൻ പോയപ്പോൾ അവിടെ എല്ലാം മലയാളീസാണ്, ആരും തന്നെ ഇല്ല. എനിക്ക് മാത്രമേ തമിഴ് വായിക്കാറുള്ളൂ. അങ്ങനെ എനിക്കറിയാം ഇത്ത പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്തായാലും തോൽക്കും. 4 പ്രാവശ്യം എഴുതിയിട്ട് ജയിച്ചിട്ടില്ല. പിന്നെ ആരും സഹായിക്കാനില്ല, അതെങ്ങനെയാണ് ഞാൻ ജയിക്കുക? ഒക്ടോബർ മാസമാണ്, ജപമാല മാസമാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഒത്തിരി ജപമാല ആ സമയത്ത് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, അമ്മേ ഈ പ്രാവശ്യം ഈ പരീക്ഷയിൽ തോറ്റ ഞാൻ വീട്ടിലേക്ക് വരും, നിങ്ങൾ റെഡി ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്.
ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തായാലും തോൽക്കും, എങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞാൽ ജയിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. ആ സമയത്ത് പരീക്ഷ എഴുതി 70 മാർക്ക് കിട്ടി, ഞാൻ വിജയിച്ചു. ഇത് അത്ഭുതം, അതിൻ്റെയൊക്കെ വലിയ അത്ഭുതം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ആ പരീക്ഷ ചെയ്തു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, പട്ടം കിട്ടുകഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും തമിഴ്നാട്ടിൽ പോവില്ല, തമിഴ് മിനിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഞാൻ പോകില്ല. കാരണം എനിക്ക് തമിഴ് സാധിക്കില്ല, എനിക്ക് തമിഴ് പറയാനോ അല്ലെങ്കിൽ തമിഴ് വായിക്കാനോ എനിക്ക് സാധിക്കില്ല. ഞങ്ങൾക്ക് തന്നെ പാലക്കാട് കുറേ ഹൗസുകളുണ്ട്, അവിടെ പോയി ശുശ്രൂഷ ചെയ്താൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് പട്ടം സ്വീകരിച്ചത്. പട്ടം സ്വീകരിച്ചിട്ട് ആദ്യത്തെ ഒരു 7 മാസം ജെറുസലേം ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അപ്പോയിൻമെൻറ്റ്, പ്രൊവിൻസിൻ്റെ ഹൗസിലുള്ള ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയത് തമിഴ്നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രത്തിലാണ്. അവിടെ ഞങ്ങൾ 4 പേര് മാത്രം മലയാളീസ് ഉള്ളൂ, ബാക്കിയെല്ലാം തമിഴന്മാർ. കുർബാനയാണെങ്കിലും വചനപ്രഘോഷമാണെങ്കിലും തമിഴിൽ. 1 മാസം കഷ്ടപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ ഒരു ധ്യാന കേന്ദ്രം, അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയോട് മാധ്യസ്ഥം തേടി. 1 മാസം കഴിഞ്ഞു, 2-ാം മാസം തുടങ്ങിയപ്പോഴേക്കും ഈ ബലിവേദിയിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാനും വചനം പറയാനും തമിഴിലെ പറയാൻ സാധിച്ചു. അത് എൻ്റെ കഴിവോ എൻ്റെ ശക്തിയോ അല്ല, പരിശുദ്ധ അമ്മയുടെ സഹായം കൊണ്ട് മാത്രമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമുക്ക് സാധിക്കില്ല, ഇത് എന്നെക്കൊണ്ട് പറ്റില്ല. സഹോദരങ്ങളെ, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയണം, നീ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുക, നീ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേട്. തീർച്ചയായും പരിശുദ്ധ അമ്മ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും. ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഹിന്ദു സഹോദരൻ എന്നോട്, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ ജപമാലിട്ടത് കൊണ്ട് ക്രിസ്ത്യാനി അറിഞ്ഞുകൊണ്ട് ആ ചേട്ടൻ എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് ഭാഗ്യവാന്മാരാ, നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യം, നിങ്ങൾ ഇത്ര ക്രിസ്ത്യാനിയായി തീരുന്നതിന് ഒരു വലിയൊരു ഭാഗ്യം. അതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മ എന്നൊരു വലിയൊരു അമ്മ നിങ്ങൾക്കുണ്ടായത് എത്ര വലിയൊരു ഭാഗ്യമാണ് അല്ലേ സ്നേഹമുള്ള സഹോദരങ്ങൾ. നമ്മളെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലുണ്ടാകും ഇതിൻ്റെയൊക്കെ വലിയ വലിയ അനുഭവങ്ങൾ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ രോഗങ്ങൾ മാറിയിരിക്കാം. നിൻ്റെ ജീവിതത്തിൽ നിന്നെ മറ്റുള്ളവർ കളിയയക്കുന്ന സംഭവങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ കൂടെ നിന്ന് ഉയർത്തിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം, കരങ്ങളൊന്ന് കൂപ്പാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് പാടാം. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. എളിമപ്പെടാൻ പറ്റാത്ത സ്ഥാനം, അനുഭവങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയെ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, എന്നെ മുറിപ്പെടുത്തിയവരെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, എളിമപ്പെടാൻ സാധിക്കുന്നില്ല. എല്ലാ അനുഭവങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അമ്മയുടെ ആ നീലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു നിർത്തണമേ. എളിമപ്പെടാനുള്ള വലിയ കൃപ അമ്മേ മാതാവേ എനിക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാടാം. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. നമ്മെ മുറിപ്പെടുത്തിയവരെ സമർപ്പിച്ചു കൊടുക്കുന്നു പാടും. അമ്മേ മാതാവേ, അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. നമ്മുടെ ഇരുകരങ്ങളും തലയിലേ വയ്ക്കാം, ശുദ്ധിക്കെതിരായ ചെയ്തു പോയ പാപം, വിശുദ്ധിക്കെതിരായ പാപം ചെയ്തു പോയ എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അമ്മയോട് പറയാം, അമ്മേ എനിക്കൊരു വിശുദ്ധനായൊരു മകനാകണം, എനിക്കൊരു വിശുദ്ധനായൊരു മകളാകണം. അമ്മേ മാതാവേ, എന്നെ ഒന്ന് സഹായിക്കണമേ.
അമ്മയുടെ നീലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു നിർത്തണമേ. എല്ലാ തിന്മയുടെ സാന്നിധ്യം നിങ്ങൾ എടുത്തു മാറ്റി അമ്മേ മാതാവേ, ഒരു വിശുദ്ധനായ ഒരു മകനാകാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാടാം. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ എൻ ഹൃദയേ, എന്നെ ചേർക്കണമേ. നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ടൊന്ന് പാടാം. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ, എന്നെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മറുപടിയും പാടാം. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ, എന്നെ ചേർക്കണമേ. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം, ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം.